കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്നും പീരിമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനെത്തിയ നേതാവായിരുന്നു വാഴൂർ സോമൻ എം.എൽ.എ. 5 പതിറ്റാണ്ടായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വാഴൂർ സോമൻ 2021 നിയമസഭയിൽ എത്തിയത്. വാഴൂരിൽ കുഞ്ഞുപ്പാപ്പൻ്റെയും പാർവതിയുടെയും മകനായി 1952 വാഴൂർ സോമൻ്റെ ജനനം. AISF-ലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ അധ്യക്ഷൻ, സംസ്ഥാന വെയർഹൗസിംഗ് കോർപ്പറേഷൻ അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിലവിൽ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ പ്രവർത്തക സമിതി അംഗവുമായിരുന്നു. 2021 നിയമസഭയിൽ എത്തിയ വാഴൂർ സോമൻ കോൺഗ്രസിലെ സിറിയക് തോമസിനെയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പ്രസംഗിച്ച ശേഷം തിരികെ മടങ്ങാൻ ഒരുങ്ങുമ്പോഴായിരുന്നു കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇടുക്കി ജില്ലയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് CPIയുടെയും AITUCയുടെയും നേതൃനിരയിലേക്ക് എത്തിയ നേതാവായിരുന്നു വാഴൂർ സോമൻ. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്. പീരിമേട് MLA-യും CPIയുടെ മുതിർന്ന നേതാവുമായ വാഴൂർ സോമന്റെ നിര്യാണത്തിൽ ഇടുക്കി പ്രസ് ക്ലബ്ബ് അനുശോചിച്ചു. വാഴൂർ സോമന്റെ വേർപാട് ജില്ലയിലെ ട്രേഡ് യൂണിയൻ രംഗത്തും തോട്ടം മേഖലയ്ക്കും തീരാ നഷ്ടമാണ്. പ്രസ് ക്ലബ്ബുമായി ജില്ലയിലെ മാധ്യമപ്രവർത്തകരുമായും വളരെ അടുത്ത ബന്ധമാണ് വാഴൂരിന് ഉണ്ടായിരുന്നത്. പ്രസ് ക്ലബിന്റെയും മാധ്യമപ്രവർത്തകരുടെയും ക്ഷേമപ്രവർത്തനങ്ങളിലും ഔദ്യോഗിക പരിപാടികളിലുമെല്ലാം അദ്ദേഹത്തിന്റെ പങ്കാളിത്തവും പിന്തുണയും ഒപ്പമുണ്ടായിരുന്നു. 5 പതിറ്റാണ്ട് നീളുന്ന അദ്ദേഹത്തിന്റെ പൊതുജീവിതം മാറ്റിവെച്ചത് നിർധനരായ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നുവെന്നും യോഗം അനുസ്മരിച്ചു. പ്രസിഡന്റ് വിനോദ് കണ്ണോളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ജെയിംസ് വാട്ടപ്പിള്ളിൽ, ട്രഷറർ ആൽവിൻ തോമസ്, വൈസ് പ്രസിഡന്റ് PK ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി അഖിൽ സഹായി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനീഷ് ടോം, സോജൻ സ്വരാജ്, നന്ദു VV, ഷിയാസ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ജന്മനാടിനെ എന്നും നെഞ്ചോട് ചേർത്ത നേതാവായിരുന്നു അന്തരിച്ച പീരിമേട് MLA വാഴൂർ സോമൻ എന്ന KC സോമൻ. വാഴൂരിലെ കുടുംബ വീട്ടിൽ ജ്യേഷ്ഠൻ KP ദാസും കുടുംബവുമാണ് താമസിക്കുന്നത്. ചെറുപ്പകാലത്ത് വാഴൂരിൽ നിന്ന് പീരിമേട്ടിലേക്ക് കളം മാറിയ സോമൻ എന്നും നാടുമായി ആത്മബന്ധം സൂക്ഷിച്ചിരുന്നുവെന്ന് CPI വാഴൂർ ലോക്കൽ സെക്രട്ടറി PM ജോൺ പറഞ്ഞു. തന്റെ പേരിനൊപ്പം ജന്മനാടിന്റെ പേര് അഭിമാനത്തോടെ നിലനിർത്തിയ നേതാവായിരുന്നു വാഴൂർ സോമൻ. ഇടയ്ക്കിടെ വാഴൂർ 17-ാം മൈലിലെ ഇലവനാക്കുന്നേൽ കുടുംബ വീട്ടിലെത്തിയിരുന്ന സോമൻ എല്ലാവരുമായി നല്ല അടുപ്പം പുലർത്തിയിരുന്നു. വാഴൂരിലെ കുടുംബ വീട്ടിൽ ജ്യേഷ്ഠൻ KP ദാസും കുടുംബവുമാണ് താമസിക്കുന്നത്. വാഴൂർ SVRV NSS ഹൈസ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ സോമൻ വാഴൂർ NSS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഇക്കാലത്ത് AISF-ന്റെ സജീവ പ്രവർത്തകനും പിന്നീട് വിദ്യാർത്ഥി നേതാവുമായി മാറി. പഠനം കഴിഞ്ഞതോടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 22-ാം വയസ്സിൽ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനായി പീരിമേട്ടിലെത്തിയത്. AITUCയുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചത് സോമനെയായിരുന്നു. പീരിമേട്ടിലെ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾക്കൊപ്പമായിരുന്നു സോമന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. കിഴക്കൻ മേഖലയിൽ തേയിലത്തൊഴിലാളികളുടെ ആദ്യ യൂണിയൻ രൂപീകരിച്ചത് സോമന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതേ തുടർന്ന് തോട്ടം മാനേജ്മെന്റുകളുടെ ക്രൂര പീഡനത്തിനിരയായി. പാർട്ടി നിർദ്ദേശപ്രകാരം ഉത്തരേന്ത്യയിലും ദീർഘകാലം പ്രവർത്തിച്ചു. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും സോമൻ പ്രാവീണ്യം നേടി. തമിഴിലും മലയാളത്തിലും മനോഹരമായി പ്രസംഗിക്കാൻ സോമന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. നിസ്വാർത്ഥമായി പ്രവർത്തിച്ച അദ്ദേഹം തൊഴിലാളികൾക്കിടയിലെ പ്രിയപ്പെട്ട നേതാവായി മാറി. CPIയുടെ നിർദ്ദേശപ്രകാരം പാർട്ടി കാര്യങ്ങൾ പഠിക്കാനായി 6 മാസം റഷ്യയിലും താമസിച്ചിട്ടുണ്ട്. സ്ഥലം MLA അല്ലെങ്കിലും വാഴൂരുകാർക്ക് എന്ത് ആവശ്യത്തിനും ബന്ധപ്പെടാൻ സോമൻ ചേട്ടനുണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് വാഴൂരിൽ നിന്നും പീരിമേട്ടിലേക്ക് കളം മാറിയ സോമൻ എന്നും നാടുമായി ആത്മബന്ധം സൂക്ഷിച്ചിരുന്നുവെന്ന് CPI വാഴൂർ ലോക്കൽ സെക്രട്ടറി PM ജോൺ പറഞ്ഞു. വളരെ കൃത്യനിഷ്ഠയോടെ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയനും ഉതകത്തക്ക രീതിയിൽ പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി തീരുമാനിച്ച പ്രകാരമുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം സജീവ സാന്നിധ്യം ഈ മരണം വരെ പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വാഴൂരുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് 22-ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ തീരുമാനപ്രകാരം മലയോര മേഖലയിൽ, ഹൈറേഞ്ച് മേഖലയിൽ
തോട്ടം തൊഴിലാളികളെ, തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ അദ്ദേഹത്തെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം 22-ാം വയസ്സിലാണ് ഹൈറേഞ്ച് മേഖലയിൽ അദ്ദേഹം പോകുന്നത്. അന്ന് മുതലുള്ള പ്രവർത്തനം വളരെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് ചെയ്തിരുന്നത്. തൊഴിലാളി പ്രസ്ഥാനത്തിനും തൊഴിലാളികളുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം നേരിട്ട മൃഗീയമായ ക്രൂര മർദ്ദനത്തിന് പോലും ഇടയായിട്ടുണ്ട്. ആ പ്രവർത്തന കാലഘട്ടങ്ങൾ മുഴുവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാഴൂര് ജനിച്ചു എങ്കിൽ തന്നെയും പീരിമേടിൻ്റെ ഒരു ദൈവം എന്ന നിലയ്ക്ക് അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സോമചേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് നടന്ന ബ്രാഞ്ച് സമ്മേളനം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാനം ബ്രാഞ്ച് സമ്മേളനത്തിന് എൻ്റെ ഭവനത്തിലാണ് ആ ബ്രാഞ്ച് സമ്മേളനം നടന്നത്. വാഴൂര് 2 ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഒന്ന് 17-ാം മൈലിലും അടുത്തത് കാനത്തിലുമായിരുന്നു. കാനത്തിൽ എൻ്റെ കുടുംബത്താണ് ആ ബ്രാഞ്ച് സമ്മേളനം നടക്കുകയും എൻ്റെ കുഞ്ഞുങ്ങളോടും ഭാര്യയോടും ഒപ്പം നിന്ന് പടമെടുത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ മൊബൈലിലും കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തനം പീരിമേട് ഹൈറേഞ്ച് മേഖലയിലായിരുന്നതിലും തൻ്റെ ജന്മസ്ഥലം വാഴൂര് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ പ്രവർത്തനത്തിനെല്ലാം ഞങ്ങൾക്ക് ഒരു ഗുരുതുല്യനായി മുന്നോട്ട് പോകുവാൻ സോമൻചേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. സോമൻചേട്ടൻ്റെ നിര്യാണം അവസാന കാലഘട്ടം വരെയും തൊഴിലാളി പ്രസ്ഥാനത്തിനും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെയാണ്. ഇന്നലെയും നടന്ന സംഭവം സർക്കാരിൻ്റെ ഔദ്യോഗിക മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ആ സംഭവത്തിൽ വാഴൂർ ലോക്കൽ കമ്മിറ്റി അതിയായ ദുഃഖം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തും വളരെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് വാഴൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരനായ പ്രിയ നേതാവിന്റെ വിയോഗം വാഴൂരുകാർക്കും വേദനയായി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ആപ്പാഞ്ചിറയിൽ മനോരമ സംഘം സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ പാലത്തിൽ ഇടിച്ച് അപകടം. ഇന്ന് രാവിലെ 6:30-നായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട വാഹനം പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്ന കോട്ടയം എറണാകുളം റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞ പാലമാണ് ഇത്. ഇരു സൈഡിൽ നിന്ന് വാഹനം ഒരേ സമയം വന്നാൽ കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാതെ അപകടത്തിൽപ്പെടുന്ന കാഴ്ച സ്ഥിരമാണ്. ആപ്പാഞ്ചിറ റെയിൽവേ മേൽപ്പാലത്തിൽ വളരെ വീതിയും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചെറിയ പാലം ശ്രദ്ധയിൽപ്പെടുന്നതും പെട്ടെന്ന് വെട്ടിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഈ പാലം പൊളിച്ചു പണിയണം എന്നുള്ള ആവശ്യം കാലാകാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്നത് ദൃശ്യാന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സെൻട്രൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. കേരള നിയമസഭാ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആബിദ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സോണൽ മാനേജർ ഫിറോസ് യൂസഫ്, റീജിയണൽ മാനേജർ MG മനോജ്, ഡോക്ടർ പ്രമീള ദേവി, പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, റസിലി മങ്കാശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച മീറ്റിംഗിൽ 100-ലധികം സഹകാരികൾ പങ്കെടുത്തു. പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളികളെ പൊന്നാടി അണിയിച്ചും സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിഡ്സ് ജാവലിൻ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ജാനകി ഊർമിള രാജനെ മൊമന്റോ നൽകിയും ആദരിച്ചു. ജോബിൻ ജോർജാണ് സൊസൈറ്റിയുടെ ചെയർമാൻ. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ബ്രാഞ്ചിന് തന്നെ ടേൺ ഓവർ ഏതാണ്ട് 30 കോടി രൂപയാണ്. ഏകദേശം 2800 എംപ്ലോയീസ് ഉള്ള, മാത്രമല്ല 10ഓളം വിവിധ മേഖലകളിൽ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തമായ മേഖലകളിൽ തങ്ങളുടെ ആ ഒരു കഴിവ് സമൂഹത്തിന് നൽകുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്നതിൽ. കാരണം ഏത് ധനകാര്യ സ്ഥാപനവും സ്വാഭാവികമായിട്ട് തന്നെ അതിൻ്റെ ലാഭേച്ഛയുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നതാണെങ്കിലും അതിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹിക പ്രതിബദ്ധത വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ ആ ഘടകത്തെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പ്രസ്ഥാനം CFCI എന്ന് പറയുന്ന ഈ ധനകാര്യ സ്ഥാപനം മുൻപോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഞാൻ ഇത്രയും ആളുകളെ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ പബ്ലിക്കുമായിട്ടുള്ള ഒരു നല്ല ബന്ധം നന്നായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് സത്യത്തിൽ നിങ്ങളുടെയൊക്കെ. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഓപ്പണിങ്ങിനൊന്നും അത്രയും
ആളുകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്. ഡബിൾ കട്ടിംഗ് ഇന്ദിര പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെയും കൊച്ചി ഐ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡബിൾ കട്ടിംഗ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എബി MP ഉദ്ഘാടനം ചെയ്തു. ഇന്ദിര പ്രിയദർശിനി കൾച്ചറൽ സെന്റർ രക്ഷാധികാരി MT തോമസ് അധ്യക്ഷത വഹിച്ചു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സെബിൻ വർക്കി, കാൽവരി മൗണ്ട് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഫിലിപ്പ് മണ്ണകത്ത്, ജോൺസൺ ഐസക്, സുനിൽകുമാർ കൊച്ചയ്യത്ത്, കൾച്ചറൽ സെന്റർ ഭാരവാഹികളായ ബിനു പാറപ്പനാൽ, ടോമി തെക്കേക്കര എന്നിവർ സംസാരിച്ചു. കൊച്ചി ഐ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ TM, കോർഡിനേറ്റർ ബെന്നി ആനിക്കാട്ട്, ചെയർമാൻ സണ്ണി ഫ്രാൻസിസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശരീര അവയവമാണ് കണ്ണില്ലാത്ത മനുഷ്യർക്ക് അവർ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കണ്ണുള്ള നമുക്കറിയേണ്ടത്. നമ്മൾ ബാല്യത്തിൽ നമുക്ക് കണ്ണിനൊക്കെ നല്ല കാഴ്ച ഉണ്ടായിരുന്നു. അത് ബഹുമാനം പിന്നീട് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആ സമയത്താണ് നമുക്ക് കണ്ണിന്റെ യഥാർത്ഥ ആ ഒരു വിഷമം, ഈ കണ്ണിന് കാഴ്ച ഇല്ലാതാകുമ്പോഴാണ് ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കുന്നത്. എൻ്റെ വീട്ടിലെ അച്ഛനുമായിട്ട് 25-28 വയസ്സൊക്കെയുള്ളവരാണ്. അവരൊക്കെ ഒരുപാട് തന്നെ ഈ കണ്ണിനെ കാഴ്ചയില്ല, വായിക്കാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കാഴ്ച ഉള്ളതുകൊണ്ട് നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കില്ല. അപ്പോൾ ഇത്രയും പ്രത്യേകിച്ച് ഇത്രയും ഒരു പ്രദേശത്ത് സൗജന്യമായി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിലേക്ക് വളരെ ഉത്സാഹികളായി കടന്നു വന്ന അച്ഛന്മാരായിട്ട് ഇത് നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന ക്യാമ്പിലെല്ലാം പങ്കെടുത്ത് അവിടെ കണ്ണിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർമാര് കൃത്യമായി ചെയ്തു. ഞാൻ തുടക്കത്തിലെ ഡോക്ടർ അനിൽ കുമാർ TM സാറിന്റെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വിശേഷപ്പെട്ട വ്യക്തികൾ തൊട്ടിട്ട് ആദ്യം എനിക്ക് പറയാൻ സാധിച്ചില്ല. സാധനങ്ങൾ ഉൾപ്പെടുത്തിയാണ്. എന്തായാലും ഇത് ഈ ഇന്ദിരാഗാന്ധി പുഞ്ചവയലിൽ മദ്യപ സംഘം തട്ടുകടയ്ക്ക് തീയിട്ടതായി പരാതി. ടൗണിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ ബുധനാഴ്ച രാത്രി തീയിട്ടു എന്ന് നടത്തിപ്പുകാരിയായ PD ദിവ്യമോളാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. രാത്രി 10:30-ഓടെ മാങ്ങാപ്പേട്ട സ്വദേശികളായ 3-അംഗ സംഘം കടയിലെത്തി മസാലദോശ ആവശ്യപ്പെട്ടു. ദോശയില്ലെന്നറിയിച്ചെങ്കിലും ഇവർ പരസ്പരം വർത്താനം പറഞ്ഞ് കടയിലിരിക്കുകയും ചെയ്തു. കടയടയ്ക്കാൻ നേരമായിട്ടും ഇവർ പോകാത്തതിനെ തുടർന്ന് കടയിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ അസഭ്യം പറയുകയും കടയിലെ ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കാനൊരുങ്ങുകയും ചെയ്തതായാണ് പരാതി. തുടർന്ന് ദിവ്യമോളും ഭർത്താവും കട വേഗത്തിൽ പൂട്ടി ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പിന്നീട് 1 മണിയോടെ കടയുടെ മുൻപിൽ തീ പടരുന്നു എന്ന വിവരം ഇവർ അറിഞ്ഞു. കടയുടെ ഷട്ടറിനുള്ളിലേക്ക് തീയിടാനാണ് ശ്രമം നടത്തിയത്. എന്നാൽ അകത്തേക്ക് തീ കയറാതിരുന്നതിനാൽ വലിയ നാശനഷ്ടം ഒഴിവായി. സംഭവം സംബന്ധിച്ച് അപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പുലർച്ചെ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. മാങ്ങാപ്പേട്ട സ്വദേശികൾ തന്നെയാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപിച്ചാണ് ഇവർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പുഞ്ചവയൽ മേഖലയിൽ വ്യാപകമായ രീതിയിലാണ് മദ്യക്കച്ചവടം നടക്കുന്നത്. രാത്രികാലങ്ങളിൽ പോലീസ് പരിശോധന വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ചേട്ടൻ പറഞ്ഞു ഒന്നെങ്കിൽ പാഴ്സൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി കടയടക്കിട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫോൺ പറയുന്ന വിഷയം ഉണ്ടാക്കി ഒരു TM വിഷയം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ ഒരു വിധത്തിൽ ഇറക്കിയിട്ട് ഷർട്ട് അടക്കിയൊക്കെ ചെയ്ത് ഞങ്ങൾ പണിയെല്ലാം തീർത്ത് 11:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ ഒരു 12:45 ആയപ്പോഴത്തേക്കാണ് കുഞ്ചേരി കൂടെ വന്ന കോഴിവണ്ടിക്കാരാണെന്ന് പറഞ്ഞ് വിളിച്ച് നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ തീ കത്തുന്നുണ്ട്, ഞങ്ങൾ ഫുള്ള് എടുത്തിട്ടുണ്ട്, അകത്തോട്ടൊക്കെ തീ പറഞ്ഞിട്ടുണ്ടോ എന്ന് വന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അകത്ത് ഫുള്ള് പുകയായിരുന്നു. ശകലെങ്കിലും കുട്ടികൾ അകത്തോട്ട് പോയായിരുന്നെങ്കിൽ അകം ഫുള്ള് കത്തിപ്പോയി. അങ്ങനെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ സ്വാതന്ത്ര്യ വാരാഘോഷങ്ങളോടനുബന്ധിച്ച് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിന്റെയും എക്കണോമിക്സ് വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടന, സ്വാതന്ത്ര്യ സമരം എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് എക്സിബിഷനിൽ ഉണ്ടായിരുന്നത്. എക്സിബിഷന്റെ ഉദ്ഘാടനം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ നിർവഹിച്ചു. എക്കണോമിക്സ് വിഭാഗം മേധാവി ലിഡിയ ജോർജ്, പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് പുളിക്കൻ, അധ്യാപകരായ ജോസിയ ജോൺ,
ഡോൺ ജോസഫ്, സിറിൽ സൈമൺ, അനിറ്റ് ടോം തുടങ്ങിയവർ സംബന്ധിച്ചു. ദിനാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള പരിപാടികൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തത്തിനുള്ള ഒരു ശ്രമമാണ്. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ്. കാരണം വളരെ ത്യാഗോജ്വലമായിട്ടുള്ളൊരു സമരത്തിൻ്റെ ഒടുവിലാണ് ഇന്ത്യ എന്നുള്ളൊരു രാജ്യം തന്നെ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ആ ഓർമ്മകളിലേക്കുള്ളൊരു തിരിഞ്ഞു നടത്തമായിട്ട് ഈ എക്സിബിഷൻ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലിനെ തെരഞ്ഞെടുത്തു. LDF സ്ഥാനാർത്ഥി ഉഷാ മോഹനെ 5-നെതിരെ 7 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. UDFിലെ ധാരണ പ്രകാരം കോൺഗ്രസിലെ ആൻസി തോമസ് രാജിവെച്ചതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തോപ്രാംകുടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. 13-അംഗ ഭരണസമിതിയിൽ UDF 8, LDF 5 എന്നിങ്ങനെയാണ് അംഗങ്ങൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റിൻഡമോൾ വർഗീസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വോട്ടെടുപ്പിൽ സുഹറ മുഖ്യ വരണാധികാരിയായിരുന്നു. തുടർന്ന് LDFിലെ ഉഷാ മോഹനനെ 5-നെതിരെ 7 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ഡോളി സുനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടുകൂടി എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആർട്ടിസ്റ്റ് MS ജോൺ അനുസ്മരണം മണ്ണത്തൂരിൽ നടന്നു. കലാകാരന്മാരുടെ സംഘടന നന്മ, മണ്ണത്തൂർ പബ്ലിക് ലൈബ്രറി, മീഡിയ ആർട്സ്, അമ്പാടി ഗ്രാമക്കൂട്ടം, താളം സാംസ്കാരിക വേദി, മർച്ചന്റ് അസോസിയേഷൻ എന്നിവർ ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി നാടകകൃത്ത് സേവ്യർ പുൽപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. TC തങ്കച്ചൻ അധ്യക്ഷനായി. VK സാജു, VT മോഹൻദാസ്, AC ജോൺസൺ, KM ബേബി, സാജു മണ്ണത്തൂർ, ബിനു കുര്യാക്കോസ്, KM ജേക്കബ്, ബെന്നി ജോൺ, ശിവൻ ഗോപി, AP മനോജ്, KK കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. ഗായകനായി, ഗാനരചയിതാവായി, അങ്ങനെ കലയുടെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തില് ആദ്യമുണ്ടായ മനുഷ്യൻ ഏറ്റെടുത്ത കല ഏതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ചിത്രകല എന്ന് തന്നെയാണ്. മനുഷ്യൻ രൂപം കൊണ്ടതിന് ശേഷം ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവിയായി പിന്നീട് പരിണാമങ്ങളിലൂടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.